സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ബാറ്ററി ചെക്ക്. വിൻഡോസിലാണെങ്കിൽ പവർഷെൽ ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി റിപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. റിപ്പോർട്ടിൽ ബാറ്ററി കപ്പാസിറ്റി 50%-നേക്കാളും താഴെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. റാം അല്ലെങ്കിൽ SSD ചെക്ക്. റാം ചെക്ക് ചെയ്യാൻ വേണ്ടി വിൻഡോസിൽ തന്നെ വിൻഡോസ് മെമ്മറി ഡയഗ്നോസ്റ്റിക് റൺ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ റാമിൽ ഇഷ്യൂ ഉണ്ടെന്ന് കൺഫേം ചെയ്യുക. SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി പ്ലെയിൻ കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ കളർ ഇഷ്യൂസ് ഉണ്ടോ, ഡെഡ് പിക്സൽസ് ഉണ്ടോ, ബാക്ക് ലൈറ്റ് ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിലെ എല്ലാ USB പോർട്ട്, HDMI പോർട്ട്, ഹെഡ്ഫോൺ ജാക്കറ്റ്, ചാർജിംഗ് പോർട്ട്, വെബ് ക്യാം, സ്പീക്കർ, ബ്ലൂടൂത്ത്, ടച്ച് പാഡ്, അതേപോലെ കീബോർഡിലുള്ള ഓരോ കീസും നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇത് മിക്ക പേരും വിട്ടുപോകുന്ന ഒരു പാർട്ട് തന്നെയാണ്. ഇനി ടെമ്പറേച്ചർ ആണ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ WH ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു AAA ഗെയിം കളിച്ചു നോക്കുക. ടെമ്പറേച്ചറിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് വാല്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവാം. ഇനി പറയുന്ന ഏതെങ്കിലും ചെക്ക് ലിസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലാപ്പിന്റെ പ്രൈസ് കുറച്ച് ചോദിക്കണം. അവർക്ക് ആ പ്രൈസ് തരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്? നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യം കമന്റ് ബോക്സിൽ പറയുക. അത് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ.